പ്രിയമുള്ളവരെ, വചനജ്വാല 1026 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 22 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 22 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ ബൈബിളിൽ യൂദിത്തിന്റെ പുസ്തകം 13 അധ്യായം 16 മുതൽ ഉള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണ്, എന്റെ മുഖമാണ് അവനെ നാശത്തിന്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും. ജനം അത്ഭുത പാരന്തരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിന്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദ്യരാക്കി. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രുനേതാവിന്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശ്വാസത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. നമ്മള് 14 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ തുടരുന്നു. യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു. യൂദിത്ത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ, ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങൾ എടുത്ത് ഒരു നേതാവിന്റെ കീഴിൽ പട്ടണം കടന്ന് അസീറിയരുടെ പുറംതാവളത്തിനെതിരെ എന്ന ഭാവേനെ സമതലത്തിലേക്ക് പുറപ്പെടണം. എന്നാൽ താഴേക്കിറങ്ങരുത്. അവർ ആയുധങ്ങൾ എടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും. ഉടനെ അവർ ഹോളോഫർണസിന്റെ കൂടാരത്തിലേക്ക് ഓടും, പക്ഷേ അവനെ കാണുകയില്ല. അപ്പോൾ ഭയവിഹുലരായി അവർ പലായനം ചെയ്യും. തത്സമയം നിങ്ങളും ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്ന് ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം. ഇതിനെല്ലാം മുൻപ് അമോന്യനായ ആഗിയോറിനോട് ഇങ്ങോട്ട് നയിക്കുക. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്നതുപോലെ നമ്മുടെ അടുക്കലേക്ക് അയച്ചവനും ആയ ആ മനുഷ്യനെ അവൻ കണ്ട് തിരിച്ചറിയട്ടെ. അവർ ആഗിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിലൊരാളുടെ കയ്യിൽ ഹോളോഫർണസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമഴ്ന്നു വീണു. അവൻ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂദിത്തിന്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂദയായുടെ കൂടാരങ്ങളിൽ എന്നും നീ വാഴ്ത്തപ്പെടും. ഏത് രാജ്യത്തായാലും ആളുകൾ നിന്റെ പേര് കേട്ടാൽ ഭയചകിതരാകും. ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും. അപ്പോൾ യൂദിത്ത് താൻ അവരെ പിരിഞ്ഞുപോയ ദിവസം മുതൽ അവളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾ ജനത്തിന്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ചു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പ് വിളിക്കുകയും നഗരമാകെ
ആഹ്ലാദധ്വനികൾ മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവം ചെയ്ത പ്രവർത്തികൾ കണ്ട ആഗിയോർ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായ നോളയിലെ വിശുദ്ധ പൗളീനൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 6-7 വിശുദ്ധരുടെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള വിശുദ്ധ പൗളീനോസ് തെരാസിയ എന്ന ക്രിസ്ത്യൻ വനിതയെ വിവാഹം ചെയ്തു. അതിനുശേഷമാണ് 31-ാം വയസ്സിലാണ് സ്നാനം. ഒരു കുട്ടിയുണ്ടായത് ശിശുപ്രായത്തിൽ തന്നെ മരിച്ചു. അനന്തരം ബാഴ്സിലോണിയായിൽ ഏറെക്കാലം ചെലവഴിച്ചതിനു ശേഷമാണ് വൈദികനായത്. തെരാസിയ അവൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് മഠത്തിൽ ചേർന്നു. പൗളീനോസ് വിശുദ്ധ അംബ്രോസീസിന്റെ കൂടെ സന്യാസിയായി. അദ്ദേഹവും വസ്തുവകകൾ മുഴുവൻ വിറ്റ് ജനങ്ങൾക്ക് നൽകി. നോളയിൽ ഒരു ദേവാലയവും ആശുപത്രിയും സ്ഥാപിച്ചു. 55-ാം വയസ്സിൽ മെത്രാനായി സ്ഥാനമേറ്റു. അടിമകൾക്ക് വേണ്ടി അടിമയായി. അടിമയാണെന്നറിഞ്ഞപ്പോൾ രാജകുമാരൻ മെത്രാനെ വെറുതെ വിട്ടു. 77-ാം വയസ്സിലാണ് അദ്ദേഹം നിര്യാതനായത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഫിഷറിനെയും വിശുദ്ധ തോമസ് മൂറിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടിയാണ്. ഈ 3 വിശുദ്ധരുടെയും, രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഫിഷർ, വിശുദ്ധ തോമസ് മൂർ, മെത്രാനായ നോളയിലെ വിശുദ്ധ പൗളീനോസിനെ, ഇവരെ അനുസ്മരിച്ചുകൊണ്ട് ഇവരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ നല്ല പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.